നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ലാലിഗ മത്സരത്തിൽ FC ബാഴ്സലോണ 3-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു വിയ്യാറയലിനോട് പരാജയപ്പെട്ടത്. ഇതിനു പിന്നാലെ ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി രാജി പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഈ സീസണിന് ശേഷം ഇനി ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്നായിരുന്നു ചാവി പറഞ്ഞിരുന്നത്. അതിനുശേഷം ബാഴ്സലോണ തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഒരു മത്സരത്തിൽ പോലും പിന്നീട് ബാഴ്സലോണ പരാജയപ്പെട്ടിട്ടില്ല. 12 മത്സരങ്ങളിൽ അപരാജിത കുതിപ്പ് ഇപ്പോൾ ബാഴ്സ നടത്തുകയാണ്. ചാമ്പ്യൻസ് ലീഗിൽ PSG-യെ അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തി കരുത്ത് കാണിക്കാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു. തന്റെ രാജി പ്രഖ്യാപനമാണ് ഇതിനൊക്കെ കാരണം എന്ന് ഇപ്പോൾ ചാവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ രാജി അറിയിച്ചത് മുതൽ കൂടുതൽ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ശാന്തത ലഭിക്കുന്നു. അത് ക്ലബിന്റെ പ്രകടനത്തെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അവിടെ എത്താൻ കഴിയുമെന്ന ആ ഒരു ബോധ്യം അത് ആദ്യമേ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇക്കാര്യം പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. ക്ലബിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു തീരുമാനമെടുത്തത്. ശരിയായ തീരുമാനം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞതും ഇവിടെ എത്താൻ കഴിഞ്ഞതും. ഞാൻ രാജി പ്രഖ്യാപിച്ചില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടായേനെ. ഇതാണ് ചാവി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ PSG-യെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ FC ബാഴ്സലോണ വരുന്നത്. ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കാഡിസാണ് ബാഴ്സലോണയുടെ എതിരാളികൾ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 കാഡിസിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. നിലവിൽ ലാലിഗയിൽ 2ാം സ്ഥാനത്താണ് ബാഴ്സലോണയുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.